Hi everyone. In the previous classes, we have come across the software development life cycle and the introduction to software process. In this class, we will study which are all the software process model. There are four types. They are waterfall model, prototype model, increment model and spiral model. ഈ നാല് പ്രോസസ് മോഡലും കൂടി പഠിച്ചാൽ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. So first we will study what is waterfall model. വാട്ടർഫോൾ മോഡൽ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ അപ്രോച്ചാണ്. അതായത് മേലെന്ന് തുടങ്ങി താഴെ വെള്ളം നമ്മുടെ നോർമലുള്ള വാട്ടർഫോൾ പോലെ വെള്ളം വീഴുന്നത് മേലെന്ന് വീണിട്ട് താഴെ വരെ എത്തുന്ന രീതിയിൽ. ദാറ്റ് ഈസ് ഡെപ്പിക്റ്റഡ് ആസ് എ സീക്വൻഷ്യൽ അപ്രോച്ച്. ഇതിൽ ഓരോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സിൽ അണ്ടർഗോൺ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഫേസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് ദേ ഹാവ് ബീൻ അറേഞ്ച്ഡ് ഇൻ ലീനിയർ ഓർഡർ. You can see the waterfall model. You have 5 phases here, and starting from the top, that is the requirement definition, and the second phase is system design, third phase is the implementation testing phase, fourth is the integration and system, fifth operation and maintenance. അപ്പോൾ മേലെന്ന് തുടങ്ങി ഓരോ സ്റ്റെപ്പ് തീരുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് തീരാനാകുന്ന രീതിയിൽ ഏറ്റവും താഴെ എത്തുന്നതാണ് വാട്ടർഫോൾ മോഡൽ. Then you have the explanation. ഇതനുസരിച്ച് you must plan and schedule all the activities before you are starting or working on this. That is basically it is a plan driven process. ഈ പ്ലാൻ ഡ്രിവൻ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. സോ എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റ്ലി പ്ലാൻ ചെയ്തിട്ട് അതിന് ശേഷമാണ് പ്രോഗ്രസ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ യു ഹാവ് ദ ഫേസസ് ആസ് മെൻഷൻ: റിക്വയർമെൻറ്റ്സ് ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. അതൊക്കെ ഇതിൽ വരുന്നതാണ്. Next, you can see in the principle, the waterfall model should only be applied when the requirements are well understood. നമുക്ക് ഏറ്റവും മേലെ റിക്വയർമെൻറ്റ്സ് ഡെഫിനിഷൻ ആണുള്ളത്. റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമേ നമ്മൾ എന്താണ് റിക്വയർമെൻറ്റ്സ് എന്ന് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനെ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. അതാണ് നമ്മൾ SR ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വാട്ടർഫോൾ മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. ഹിയർ ഇറ്റ് ഈസ് മെൻഷൻ ദ റിലേറ്റീവ്ലി റിജിഡ് സ്ട്രക്ചർ വിച്ച് മേക്സ് ഇറ്റ് റിലേറ്റീവ്ലി ഹാർഡ് ടു അക്കോമഡേറ്റ് ചേഞ്ച് വെൻ ദ പ്രോസസ് ഇസ് അണ്ടർ വേ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുമ്പം ചേഞ്ചസ് വരുത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. And then you have the point: the software process therefore is not a simple linear but involves feedback from one phase to another. ഈ അപ്രോച്ച് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ലീനിയർ അപ്രോച്ച് ആണെന്നാണ്. ശരിയാണ്, മേലെ നിന്ന് തുടങ്ങി താഴ്ന്ന് തീരുന്നു. ബട്ട് ഓരോ ആരോ മാർക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ ദേ ആർ കമ്പൈൻഡ്. അതായത് ഓരോ ഫേസും ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ പ്രീവിയസ് ഫേസ്. അതായത് ഒരു ഫേസ് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പം താഴത്തെ ഫേസ് ചെയ്യണമെങ്കിൽ മേലത്തെ അപ് ടു മേലത്തെ വരെയുള്ള എല്ലാ ഫേസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ ഓരോ ഫേസും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇതിന് ഡിപ്പെൻഡൻസി പറയുന്നത്. യു ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം വൺ ഫേസ് ടു അനദർ. സോ ആസ് എ റിസൾട്ട് യു ഹാവ് ദ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് ഫേസ് may then have to be modified to reflect the changes made. അപ്പോൾ നമ്മൾ ഓരോ വട്ടം ചേഞ്ച് ചെയ്യുമ്പോൾ അനുസരിച്ച് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ഡോക്യുമെൻ്റ് കീപ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചേഞ്ചസ് വരുത്തുമ്പോഴോ അതനുസരിച്ച് ആ ഡോക്യുമെൻറ്റും ചേഞ്ച് ചെയ്യണം. അതിൽ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുകയും വേണം. Then also waterfall model should be applied only when the requirements are well understood. അത് റിക്വയർമെൻറ്റ്സ് നേരത്തെ അറിയുന്ന രീതിയിൽ മാത്രമാണ് പറയേണ്ടത്. ആൻഡ് ദെൻ ദ ലാസ്റ്റ് പോയിന്റ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ട്രക്ചറും ഇതെന്തോ പോയിന്റ്സ് റിപ്പീറ്റഡ് ചെയ്തതാണ് ഈ നോട്ടിൽ, അത് നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ സ്ട്രക്ചറും മനസ്സിലാക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്, എങ്ങനെയാണ് ഇത്രയും ഫേസസ് വരുന്നത്, ഓരോ ഫേസ് എങ്ങനെയാണ് ഡിപ്പെൻഡൻ്റ് ആവുന്നത്. ദെൻ റിക്വയർമെൻറ്റ് ഡെഫിനിഷനാണ് ഇതിൽ ഏറ്റവും ഫസ്റ്റത്തെ കാര്യം. അത് നല്ലോണം മനസ്സിലാക്കിയിട്ട് മാത്രമേ പിന്നത്തെ സ്റ്റെപ്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ വാട്ടർഫോൾ മോഡൽ, വിച്ച് ഇസ് ദ ഫസ്റ്റ് മോഡൽ ഓഫ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ. ദെൻ നെക്സ്റ്റ് യു ഹാവ് ദി പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എന്ന് പറയുന്നത് ഒരു നമുക്ക് പെട്ടെന്നൊന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, ഒരു കസ്റ്റമറിന് എന്താണ് റിക്വയർമെൻറ്റ്സ് ഉള്ളത് അതനുസരിച്ച് പെട്ടെന്ന് ഡിസൈൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടോടൈപ്പാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ മിനി പ്രോജക്റ്റ് അല്ലെങ്കിൽ
ലാബ് ചെയ്തപ്പം 5th സെമിസ്റ്ററിൽ ലാബ് ചെയ്തപ്പം നിങ്ങൾ ആദ്യം ഒരു സിസ്റ്റം ചെയ്യുന്നതിന് മുമ്പേ ഒരു മാർവൽ എന്നൊരു ആപ്പിൽ ഒരു പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡിസൈൻ എന്ന രീതിയിൽ. സോ എന്തിൻ്റെ ഒറിജിനൽ സ്ട്രക്ചറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. സോ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധിക്കും. സോ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് യൂസറിന് കാണിച്ചു കൊടുക്കുന്ന രീതിയാണ്, ഇങ്ങനെയാണ് ആ മൊത്തത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവുന്ന രീതിയിൽ. സോ എപ്പോഴും നമ്മൾ പ്രോട്ടോടൈപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പം ദ കസ്റ്റമർ വിൽ ബി യൂസ്ഫുൾ, കസ്റ്റമറിന് അത് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡെവലപ്പറിന് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതനുസരിച്ച് ആ പ്രോട്ടോടൈപ്പിൽ ചേഞ്ചസ് വരുത്താം. സോ ഹിയർ വി ഫോക്കസ് ഓൺ ദ റിക്വയർമെൻറ്റ്സ്, അൽഗോറിതം, എഫിഷ്യൻസി, ബിസിനസ് റൂൾസ് എക്സെട്ര. അതുപോലെ തന്നെ ഈ പ്രോട്ടോടൈപ്പിംഗ് കേസ് വരുമ്പോൾ ക്ലയൻറ്റും ഇൻവോൾവ് ആണ്. കാരണം പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിട്ട് ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കുമ്പോൾ ക്ലയൻറ്റിന് അതിന് വേണ്ട ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് ക്ലയൻറ്റിന് എത്രമാത്രം അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ പ്രോട്ടോടൈപ്പിനെ പിന്നെ നമ്മൾക്ക് ശരിക്കും സോഫ്റ്റ്വെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. സോ the software prototype is divided into two. You have requirements engineering and system design. റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിംഗ് സാധാരണ പോലെ തന്നെ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് അതിനെ വെച്ചിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ആക്കുക. അതുപോലെ തന്നെ ഡിസൈന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ വെച്ചിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാം. സോ യു ക്യാൻ സീ ദ ഫിഗർ. ആൻഡ് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡാറ്റാബേസ് ഡിസൈൻ ആണെങ്കിൽ നമുക്ക് പ്രോട്ടോടൈപ്പ് ആദ്യം ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡാറ്റ എല്ലാം സഫീഷ്യൻ്റ് ആണോ, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അത് യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സ് ആ പ്രോട്ടോടൈപ്പ് മീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. സോ ദിസ് ഈസ് ദ ഫ്ലോ ഓഫ് പ്രോട്ടോടൈപ്പ് മോഡൽ. സോ ഫസ്റ്റ് യു ഷുഡ് ഫൈൻഡ് ഔട്ട് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോട്ടോടൈപ്പ്. അങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് പ്ലാൻ ചെയ്യുന്നത്. ദെൻ യു ഷുഡ് ഡിഫൈൻ ദ പ്രോട്ടോടൈപ്പ് ഫങ്ഷനാലിറ്റി. പ്രോട്ടോടൈപ്പ് എന്നിട്ട് ഡിഫൈൻ ചെയ്യുക, പിന്നെ ആ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുക, പിന്നെ പ്രോട്ടോടൈപ്പ് നിങ്ങൾ യൂസറിനെ കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് എടുക്കുക. അപ്പോൾ കസ്റ്റമർ പറയും ഈ പ്രോട്ടോടൈപ്പ് ഓക്കെയാണ്, ഇതുപോലെ എൻ്റെ സോഫ്റ്റ്വെയർ മതി എന്നുള്ള രീതിയിൽ അങ്ങനെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സും പ്ലാനിങ്ങും അവരുടെ ക്വറീസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ പ്രോട്ടോടൈപ്പ്. അതിൽ തന്നെ ഫേസസ് ഉണ്ട്, ആ രണ്ട് പറഞ്ഞ ഫേസസ്. സോ you can find the explanation of all these phases. First one is objective. You have to establish the objective. ആ പ്രോട്ടോടൈപ്പ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രോട്ടോടൈപ്പ് മെയിൻലി ഉണ്ടാക്കുന്നത് ഒരു വലിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. നമുക്ക് ഒരു പ്രോട്ടോടൈപ്പ്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ പ്രോട്ടോടൈപ്പ് ഷുഡ് ബി മെയ്ഡ് എക്സ്പ്ലിസിറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദി പ്രോസസ്. ഇസ് ഇറ്റ് ടു വാലിഡേറ്റ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഫീസിബിലിറ്റി. എങ്ങനെയാണ് ശരിക്കും സോഫ്റ്റ്വെയർ ഉണ്ടാവുന്നത്, അതിന് മുന്നോടിയായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോട്ടോടൈപ്പാണ്. ദെൻ യു ഷുഡ് ഡിഫൈൻ വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പ്രോട്ടോടൈപ്പ്. എങ്ങനെയാണ് പ്രോട്ടോടൈപ്പിൻ്റെ വർക്കിംഗ്, എന്തൊക്കെയാണ് അതിൽ വരുന്ന ചേഞ്ചസ്, എന്തൊക്കെയാണ് അതിലെ റിക്വയർമെൻറ്റ്സ്, എങ്ങനെയാണ് ഡെലിവറി ഷെഡ്യൂള്, പിന്നെ ഇഷ്യൂസ് വരുന്നുണ്ട് അത്, പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് ഹൗ യു ക്യാൻ ഡിഫൈൻ ദ പ്രോട്ടോടൈപ്പ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനാലിറ്റി ഒബ്ജക്റ്റീവ് എല്ലാം ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ ഡെവലപ്പ് ദ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങാം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദ ഇൻ്റർഫേസ്. അതായത് ആക്ച്വൽ വർക്കിംഗ് അല്ല, ബട്ട് നമ്മൾ വർക്കിംഗ് എന്നുള്ള പോലെ ഒരു കാണിക്കുന്ന ഒരു മോഡലാണ് പ്രോട്ടോടൈപ്പ്. അതിനുശേഷം യു ക്യാൻ ഇവാലുവേറ്റ് ദ പ്രോട്ടോടൈപ്പ്. യൂസേഴ്സിനൊക്കെ ഈ പ്രോട്ടോടൈപ്പ് വെച്ച് നമുക്ക് ട്രെയിൻ ചെയ്യാനും പറ്റും, അവർക്ക് എറേഴ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാനും പറ്റും. അതുപോലെ തന്നെ ഇതനുസരിച്ച് they can do changes in that പ്രോട്ടോടൈപ്പ് യൂസർ ഇവാലുവേറ്റ് ചെയ്യുന്നതനുസരിച്ച് ചേഞ്ചസ് വരുത്തിക്കാനും എല്ലാം സാധിക്കും. സോ ദീസ് ടു ആർ ദ മെയിൻ സോഫ്റ്റ്വെയർ പ്രോസസ് വി ആർ ഗോയിങ് ടു ഡീൽ ഇൻ ദിസ് ക്ലാസ്. വാട്ടർഫോൾ മോഡലും പ്രോട്ടോടൈപ്പ് മോഡലും ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു. നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള 2 സ്പൈറലും ബാക്കി ഇൻക്രിമെൻ്റ് മോഡലും നമുക്ക് പഠിക്കാം. താങ്ക് യു.